കരയിക്കുന്ന പുഞ്ചിരിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും ദ്വാരകയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്ന രംഗം രാമപുരത്തു വാര്യർ വർണ്ണിച്ചതങ്ങനെയാണ്. പുഞ്ചിരി മായാത്ത ആ മുഖപങ്കജം ഒരിക്കൽ പോലും വാടിയിട്ടില്ല. ജീവാത്മാക്കളെ ആനന്ദനൃത്തം ചെയ്യിക്കുന്ന ആ നയനങ്ങൾ ഈർന്നണിഞ്ഞിട്ടുമില്ല. ഭഗവാൻ കരയുകയാണോ? കുചേലൻ ആ കാഴ്ച താങ്ങാവുന്നതിലും കൂടുതലായിരുന്നു. കുചേലൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഭഗവാന്റെ ആലിംഗനത്തിൽ അമർന്ന് ശരീരം മുഴുവൻ കണ്ണുനീരാൽ അഭിഷേകം ചെയ്തു. എന്താ ഇത്ര വൈകിയത്? കാത്തിരിപ്പിൻ്റെ കഥ കേട്ടപ്പോൾ എത്രയാണ് ഭഗവാന്റെ സ്നേഹമെന്ന് കുചേലന് സങ്കല്പിക്കാൻ പോലും സാധിക്കാതെയായി. കുചേലനല്ല താൻ, കുബേരനാണ് എന്ന സത്യം ഭഗവാൻ ബോധ്യപ്പെടുത്തിയതാണോ? ഭഗവാന്റെ സ്നേഹവാത്സല്യങ്ങൾ തന്നെ കുബേരനാക്കിയിരിക്കുന്നു. ഇതിലും വലുത് എന്താ കിട്ടാനുള്ളത്? തിരിച്ചു പോകുമ്പോഴും കുചേലൻ്റെ മനസ്സിൽ ഭഗവാന്റെ നിറഞ്ഞ കണ്ണുകളുടെ ചിത്രം മായാതെ നിന്നു. സ്ഥലകാല ബോധമില്ലാതെ സമാധിയുടെ പരമമായ തലങ്ങളിൽ സർവേശ്വരനിൽ അലിഞ്ഞു ചേർന്ന കുചേലൻ്റെ കഥ പ്രേമഭക്തിയുടെയും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനാവാതെ സംസാര സാഗരത്തിലെ അലമാലകളിൽപ്പെട്ട് തീരമണയാനുള്ള കരുത്തില്ലാതെ വലയുന്ന ജീവിത നൗകകളാണ് അധികവും. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഗുരുപാദങ്ങളിൽ തിരിച്ചെത്തുന്നു. അപ്പോൾ ശിഷ്യൻ ആ ചിരി കാണാനിടയാകുന്നു. കരയിക്കുന്ന ചിരി, നിറകണ്ണുകളോടെയുള്ള ഗുരുവിൻ്റെ പുഞ്ചിരി. കളിപ്പാട്ടങ്ങളിൽ ഭ്രമിച്ച് മാതാവിൻ്റെ വിളികൾ കേൾക്കാതെ കൊടും വെയിലിൽ ഓടിക്കളിക്കുന്ന കുട്ടി വിശക്കുമ്പോൾ തളരുമ്പോൾ അമ്മയുടെ മടിത്തട്ട് തേടുന്നു. കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയുന്നു. കരച്ചിലോടെ അമ്മയുടെ സമീപത്തേക്ക് മടങ്ങുന്നു. ഒന്നും കഴിക്കാതെ വെയിലിൽ അലയുന്ന കുഞ്ഞിനെ ആഹാരം കഴിപ്പിക്കാനാവാതെ വിഷമിച്ചു കരയുന്ന അമ്മയുടെ മുഖത്തും കുഞ്ഞ് തിരികെ എത്തുമ്പോൾ കണ്ണുനീരിൽ കുതിർന്ന ആ പുഞ്ചിരി കാണാം. സംതൃപ്തിയുടെ ചിരി. ഉണ്ണി ഗണപതിയുടെ വിശപ്പിൻ്റെ കഥ പ്രസിദ്ധമാണ്. വിശപ്പ് മാറ്റാൻ ശ്രമിച്ചവർക്കൊക്കെ പരാജയം സമ്മതിക്കേണ്ടി വന്നു. കുബേരൻ ഒരിക്കൽ ശ്രമിച്ചതാണ്. ഉണ്ണി ഗണപതിക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാൻ ഒരു മോഹം തോന്നി. 10,000-ഓളം ആളുകൾക്ക് കഴിക്കാൻ കഴിയുന്നതിലധികം ഭക്ഷണം ഉണ്ണി ഗണപതി ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു. വിശപ്പ് തീരാതെ അരിശം വന്ന ഗണേശൻ തൻ്റെ മുന്നിൽ കണ്ടതൊക്കെ കഴിക്കാൻ തുടങ്ങി. കുബേരൻ ഭയന്നോടി. ശ്രീപരമേശ്വരനെ തന്നെ അഭയം പ്രാപിച്ചു. പുഞ്ചിരിയോടെ പരമഗുരുവായ ശ്രീ പരമേശ്വരൻ ഒരു പിടി മലര് ഗണേശൻ്റെ വായിലിട്ട് കൊടുത്തു. ഗണേശന് തൃപ്തിയായി. തൃക്കൈ കൊണ്ടൊരു മലര് കൊടുത്താൻ മതിമതി എന്നാം ഗണപതി ജയ ജയ. ഉണ്ണി ഗണപതിയെപ്പോലെ ഒരിക്കലും തീരാത്ത വിശപ്പുമായി അലയുന്നവരാണ് ലോകത്തിലധികവും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നു. ആഗ്രഹങ്ങൾ അനുഭവിക്കും തോറും കൂടിക്കൂടി വരുന്നു. ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വിശപ്പ് തീരാൻ പോകുന്നില്ല. എന്തെല്ലാം കിട്ടിയിട്ടും
സംതൃപ്തി മാത്രം ലഭിക്കുന്നില്ല. ആനന്ദസ്വരൂപനായ ഈശ്വരനെ തന്നെയാണ് നാം ഓരോരുത്തരും തിരയുന്നത്. അതിനുവേണ്ടി ജീവിതം മുഴുവനും അലയുന്നു. അവസാനം ആ അന്വേഷണം ഗുരുസന്നിധിയിൽ എത്തിക്കുന്നു. തന്നെ ആശ്രയിച്ച ശിഷ്യൻ്റെ ചെവിയിൽ ഗുരു മഹാമന്ത്രം ഉപദേശിക്കുന്നു. തത്വമസി. കുഞ്ഞേ, ഇതുവരെ നീ തേടി നടന്ന ആനന്ദസ്വരൂപനായ ഈശ്വരൻ നീ തന്നെയാണ്. സമർപ്പണഭാവം വന്ന ശിഷ്യന് ആ സത്യം അനുഭവവേദ്യമാകുന്നു. എല്ലാം മതിയെന്ന് പറയിപ്പിക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു പരമഗുരു. ഗുരുവിനെ പ്രദക്ഷിണം ചെയ്യുന്നത് ലോകത്തെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ശിഷ്യൻ മനസ്സിലാക്കുന്നു. ലോകം മുഴുവൻ ഗുരുവിൻ്റെ കാലടികളിലുള്ളപ്പോൾ എന്തിന് ഉലകം ചുറ്റി അലയണം എന്ന് ശിഷ്യൻ മനസ്സിലാക്കുന്നു. അതുവരെ ഗുരു ക്ഷമയോടെ കാത്തിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പാടിയിട്ടുണ്ട്, എവിടെയൻ മക്കളെ കാത്തിരിക്കുന്നു ഞാൻ, എവിടെയൻ മക്കളെ വേഗമിങ്ങെത്തിടൂ. അമ്മ കളരിമുറ്റത്ത് ധ്യാനിക്കുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നത് മുഴുവനും തൻ്റെ ജ്ഞാനചക്ഷുസ്സു കൊണ്ട് കണ്ടപ്പോൾ അറിയാതെ ഈ ചോദ്യവും ഉള്ളിലുയർന്നു. എൻ്റെ മക്കൾ എവിടെ? ദേവിയോട് ചോദിക്കുന്നത് പോലെ സങ്കല്പിച്ച് അമ്മ ചോദിച്ചു, എൻ്റെ മക്കൾ എവിടെ? അപ്പോൾ ധ്യാനനിരതരായിരിക്കുന്ന യോഗി വൃന്ദത്തിൻ്റെ ദൃശ്യം ചുറ്റിനും വ്യക്തമായി കണ്ടു. ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ അപൂർവ സംഗമത്തിൻ്റെ രംഗങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ കണ്ടിരുന്നു. നിറകണ്ണുകളോടെയുള്ള ചിരിക്ക് പണ്ടൊരോണക്കാലത്ത് അമ്മയുടെ ആദ്യകാല മക്കളിൽ ചിലരും സാക്ഷികളായി. അമ്മയുടെ അവതാര നാടകത്തിൽ ആ രംഗങ്ങളും അരങ്ങേറി. മന്വന്തരങ്ങളിൽ ഒരിക്കൽ മാത്രം കൈവരുന്ന മഹാഭാഗ്യം.